ഹലോ മച്ചന്മാരെ, അപ്പം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പ്രശ്നേഷ്, അവൻ്റെ യഥാർത്ഥ നെയിം എനിക്കറിയില്ല. അപ്പം അവൻ്റെ വീഡിയോസ് ഇപ്പം ഭയങ്കര ഹിറ്റാണല്ലോ. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് അതിന് നമ്മുടെ ഈ ഒരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, റിയാക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വെച്ചു, അതുകൊണ്ട് ചെയ്യാണ് കേട്ടോ. അപ്പം പ്രശ്നേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 2-3 വർഷമായി പ്രശ്നേഷൻ കാണാൻ തുടങ്ങുന്നു. ഞാൻ മാത്രമല്ല, നമ്മളൊക്കെ കാണാൻ തുടങ്ങുന്നു. കാരണം നമ്മുടെ നിപ്പ കൊറോണ ടൈമിൽ വളരെയധികം റീച്ച് കിട്ടിയ ഒരാളാണ് ഈ പ്രശ്നേഷ്. കാരണം കൊറോണ ടൈമിൽ നമുക്കാർക്കും പണിയില്ലായിരുന്നു. നമ്മളൊക്കെ കഞ്ഞിയും കുടിച്ച് വീട്ടിലിരുന്ന് കിട്ടിയ ഓരോ ചെറിയ ചെറിയ പഴം കിട്ടി അത് തിന്നും, അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് പോയ ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ പ്രശ്നേഷ് പറഞ്ഞ ആൾ. അപ്പം ഈ ആൾക്കൊരു ഗ്രീൻ ഹൗസ് പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു വൃത്തിയാക്കണ ഹൗസ് വൃത്തിയാക്കണൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. മൂപ്പർക്ക് ഇപ്പം അടിപൊളി ഇൻകമൊക്കെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ. ഇപ്പം ഫോർച്യൂണറൊക്കെ വാങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ആൾ റിച്ച് ആയിട്ടുണ്ട്. അപ്പം ആൾക്കിനിപ്പോൾ അതിൻ്റെ ക്ലീൻ ഹൗസ് അതിനൊന്നും ആവശ്യമില്ല. അപ്പം എന്താ പറയുക, ഇപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ സംഭവമായപ്പം ഇപ്പം എന്താ റീച്ച് കിട്ടാനായി ഇപ്പോൾ ഓരോരോ സംഭവം എപ്പോഴും എങ്ങനെയാണ് സാനിറ്റൈസർ അടിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക, അതിനൊരു പരിധിയില്ലേ. ഇപ്പോൾ ഇന്ന് സാനിറ്റൈസർ അടിച്ചു, നാളെ സോപ്പിട്ട് വെള്ളം കഴുകി, മറ്റന്നാൾ സാനിറ്റൈസർ അടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അണ്ണൻ ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ എന്തോ കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അച്ഛനോടും അച്ഛനുണ്ടാക്കാറുണ്ട്, അമ്മനോ അച്ഛനുണ്ടാക്കാറുണ്ട്, ചേച്ചിനോടും അച്ഛനുണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് അതൊക്കെ നാളെ നമ്മൾ മറന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നാളെ നമ്മൾ അവരോട് മിണ്ടുന്ന കാര്യങ്ങളും മിണ്ടും ചെയ്യും. അപ്പം പിന്നെ ഇതൊക്കെ എൻ്റെ യൂട്യൂബിലെടുത്തിരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആരോടൊക്കെയോ ചാറ്റ് ചെയ്ത് നടക്കുകയായിരുന്നു അനിയത്തി, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് കേട്ടോ. അനിയത്തിനെ കുറിച്ച് കുറ്റം പറയുന്നു, അമ്മേനെ കുറിച്ച് കുറ്റം പറയുന്നു, നമ്മുടെ അച്ഛനെ കുറിച്ച് കുറ്റം പറയുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരു സീരിയൽ പോലെ തോന്നുന്നു കേട്ടോ. ഞാൻ കുറച്ച് കണ്ടു, അത് മൂപ്പരെ വീഡിയോ കുറച്ച് കണ്ടു. പക്ഷെ ഫുള്ള് കാണാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം ഫുള്ള് കുറ്റവും കുറവ് പറച്ചിലാണ്. അപ്പോൾ എന്താ അറിയില്ല, കണ്ടന്റിലായിട്ടാണോ അറിയില്ല, എന്താ അറിയില്ല. അപ്പോൾ ഈ പ്രശ്നേഷ് എന്ന ഈ ആളെ എനിക്ക് മുൻപ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആൾ എനിക്ക് തോന്നുന്നില്ല ഇയാൾ ഈ ഒരു സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ആളാണെന്ന് കേട്ടോ. വെറും റീച്ചിന് വേണ്ടി മാത്രമാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. അതിപ്പോൾ അനിയത്തി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാളെ ഈ ഒരു തീരെ വൃത്തിയില്ല, എന്താ പറയുക, ഈ ഒരു സാനിറ്റൈസറൊക്കെ അടിക്കേണ്ട ആളല്ല, അങ്ങനെ വൃത്തിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനിയത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അതിനാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സാനിറ്റൈസറൊക്കെ എന്താ പറയുക, എപ്പോഴും ഇത് ഉപയോഗിക്കുന്ന തോന്നുന്നില്ല. ഒരാൾ എപ്പോഴും എങ്ങനെ സാനിറ്റൈസർ ഉപയോഗിച്ച് നടക്കുക എനിക്ക് തോന്നുന്നില്ല. പഴത്തിൽ സാനിറ്റൈസർ അടിക്കുന്നു, പിന്നെ കുപ്പിയോളത്ത് സാനിറ്റൈസർ അടിക്കുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ മന്തി വാങ്ങിയിട്ട് ആ കടലാസ് തുറന്നിട്ട് പിന്നെ ആ കടലാസിൻ്റെ പുറത്ത് കൂടെ അടിക്കുന്നു. ഇത്ര വൃത്തിയുള്ള ആളെന്തിനാണ് പുറത്തുനിന്ന് സാധനം വാങ്ങാൻ നിൽക്കുന്നത്? പുറത്തുനിന്ന് വെള്ളക്കുപ്പി എന്തിനാണ് വാങ്ങുന്നത്? അതുപോലെ തന്നെ പുറത്തുനിന്ന് ഈ ഫുഡ് അൽഫാമൊക്കെ വാങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര വലിയ വൃത്തിയുള്ള ആളാണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കട്ടെ. ഈ ചട്ടിയിലൊക്കെ സാനിറ്റൈസർ അടിച്ചിട്ട്, എണ്ണയ്ക്ക് പകരം സാനിറ്റൈസർ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കട്ടെ, മുട്ട പൊരിച്ച് കഴിക്കട്ടെ. എന്തിനാത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് പിന്നെ ആരെ കാണിക്കാനാണ് ഈ പട്ടി ഷോ കാണിക്കുന്നത്? വീട്ടിൽ ഇപ്പം പുറത്തുനിന്ന് അത്ര ഹിന്ദിക്കാരൊക്കെ എങ്ങനെ ആയാലും ഹിന്ദിക്കാരുണ്ടാക്കുന്ന സാധനമല്ലേ ഇത്. ഹിന്ദിക്കാരുണ്ടാക്കുന്ന സാധനം ഈ കുഴിമന്തി ആയാലും ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സാനിറ്റൈസർ വെച്ച് എന്ത് കാര്യമുള്ളത്? അത് സോപ്പിട്ട് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഉണ്ടാക്കുന്ന അത്രയ്ക്ക് ഹിന്ദിക്കാരൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര വൃത്തിയുള്ള ആൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ ഒന്നെങ്കിൽ ഈ ആഹാരം ഉണ്ടാക്കാൻ പഠിക്കുക, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭാര്യനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിച്ചിട്ട് വല്ല ഒറ്റയ്ക്ക് ഉണ്ടാക്കിച്ചിട്ട് ഇത് കഴിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. അല്ലാതെ വെറുതെ ഇത് കൊണ്ടുവന്നിട്ട് കുറ്റം കുറച്ചിലും മറ്റുള്ള ഉണ്ടാക്കിയ ആൾക്കാരെ കുറ്റം പറയലും, അത് അവർ വൃത്തിയില്ലാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാനിറ്റൈസർ അടിക്കണം, അങ്ങനെ സോപ്പിട്ട് കഴുകണം, ഇതൊക്കെ എന്താണിത്? ഒരു ഭക്ഷണ പദാർത്ഥമൊക്കെ സോപ്പിട്ട് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ കക്കൂസിന് എണീച്ച് വരാൻ നേരം ഉണ്ടാവില്ല. സാനിറ്റൈസറൊക്കെ ഭക്ഷണത്തിലായി കഴിഞ്ഞാൽ കക്കൂസിന് എണീക്കാൻ നേരം ഉണ്ടാവില്ല സുഹൃത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ അണുക്കൾ പോകും. അപ്പോൾ ഫുഡിലൊക്കെ നല്ല ചൂടുള്ള ഫുഡാണെങ്കിൽ അതിൽ അണുക്കൾ നിൽക്കില്ല. അപ്പോൾ അധികം
വെറുതെ ഇങ്ങനെ ഷോ കാണിക്കരുത്. ഫുഡ് ഇപ്പം നമ്മളായാലും നിങ്ങളായാലും നമ്മളായാലും ഒക്കെ എന്താ വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മണ്ണും വാരി കളിച്ചിട്ട് ചളി കൂടെ നടന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ബാക്ടീരിയ വരുമോ അതുപോലെ തന്നെ മറ്റേ വരുമോ ഒന്നും അറിയില്ലായിരുന്നു. ഏകദേശം +2 വരെ നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളും ചളി കൂടെ കളിച്ച് നടന്ന ആൾക്കാരാണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഓഫീസിലൊക്കെ എത്തിയാൽ കുറച്ചെങ്കിലും ഇപ്പോൾ ആ ആളാണെങ്കിലും പ്രശ്നേഴ്സാണെങ്കിലും നമ്മളാണെങ്കിലും കുറച്ചെങ്കിലും വൃത്തി മാറിയത് ഇപ്പം കൊറോണ കഴിഞ്ഞ ശേഷമാണ്. കൊറോണന് മുന്നേ ഈ പ്രശ്നേഴ്സ് അറിയുന്ന ആൾക്കാരുണ്ടോ അറിയില്ല. അപ്പോൾ നമ്മളാരായാലും ഈ സാനിറ്റൈസർ പറഞ്ഞ സാധനം നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ കാണാറുണ്ട്, പക്ഷേ നമ്മൾ എന്താ സംഭവം എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ കൊറോണ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓരോ സംഭവം ഇറക്കിയിട്ട് വലിയ വൃത്തിച്ച് കാണിച്ച് കാര്യമില്ല. ചെറുപ്പത്തിലൊന്നും നമുക്ക് 10 വയസ്സ് വരെ ബോധം ആവുന്ന കാലം വരെ ഈ ആൾ ഈ സാനിറ്റൈസർ വാങ്ങി നടക്കുകയായിരുന്നു? ഒരിക്കലും അല്ല. ഇതൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പൊക്കിക്കൊണ്ട് വരുന്ന സാധനമാണെന്ന് ആർക്കായാലും മനസ്സിലാവും. ഓക്കെ, നമ്മളും സാനിറ്റൈസർ അടിക്കുന്നുണ്ട്, നമ്മളും കൈ കഴുകുന്നുണ്ട്, നമ്മളും ഫുഡ് കഴിക്കണ മുമ്പേ കൈ കഴുകുന്നുണ്ട്, സാനിറ്റൈസർ അടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ നാട്ടുകാരെ കാണിച്ചിട്ട് റീച്ചാക്കാൻ നടക്കുകയല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വെക്കുക. അല്ലാതെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അച്ഛന് ഇങ്ങനെ വേണമെങ്കിൽ അമ്മ കണങ്ങി പിന്നെന്താ പറയുക പെങ്ങൾ വേറെ ആളോട് ചാറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തു വരാതെ നിൽക്കുക. കാരണം പെങ്ങളെ ഭാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പം തന്നെ ഒരുപാട് പേര് എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യാതെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ പെങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രക്തബന്ധം തന്നെ ഒരു ആശ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയാൽ പോലും നമുക്ക് രക്തബന്ധങ്ങൾ അത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, അച്ഛനും അമ്മയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും പെരുമാറി വീഡിയോ ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രശ്നേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യും കേട്ടോ. എന്താണ് അഭിപ്രായം? ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്താ അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന വീഡിയോയിലേക്കും എല്ലാവർക്കും ബൈ. അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. വീഡിയോസ് നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, ബൈ.